പ്രണയതീരം. രചന സംഭാഷണം രുദ്രപ്രിയ. എല്ലാവരും റെഡിയായി രാവിലെ തന്നെ ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റൈൽസിലെത്തി. വെഡ്ഡിങ് സാരി കളക്ഷനിലേക്കാണ് ആദ്യം പോയത്. മാലുവും ദേവയും ചേർന്നാണ് സാരി സെലക്ട് ചെയ്യുന്നത്. ഗോപു എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഒരേ ആലോചനയിലാണ്. പല നിറത്തിലുള്ള സാരികൾ കുന്നുപോലെ വാരിക്കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും മാലുവിനും ഗോപുവിനും ദേവയ്ക്കും ഒരേ കൺഫ്യൂഷനാണ്. ഒടുവിൽ രുദ്രനാണ് മെറൂണിൽ വീതിയുള്ള ഗോൾഡൻ ബോർഡറോട് കൂടിയ കാഞ്ചീപുരം സാരി സെലക്ട് ചെയ്തത്. ഗോപുവിന് വേണ്ടി ഡാർക്ക് ഗ്രീൻ റെഡ് കോമ്പിനേഷൻ സാരിയാണ് എടുത്തത്. ഗോപുവിൻ്റെ മുഖം കാണുമ്പോൾ മാലു മഹിയെ നോക്കും. മഹി ഒന്നുമില്ലെന്ന് കണ്ണ് ചെമ്മി കാണിക്കും. ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ചയോടടുത്തായി. അച്ഛാ, എന്താ രുദ്ര? എനിക്ക് അത്യാവശ്യമായി ഓഫീസ് വരെ പോകണം. ചെന്നിട്ട് കാര്യമുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ദേവ അത് കേട്ട് സങ്കടമായെങ്കിലും അവൾ അത് പുറത്ത് കാട്ടിയില്ല. രുദ്രൻ ഓഫീസിലെത്തിയതും അവനെ കാത്ത് സിദ്ധു ഓഫീസിലുണ്ടായിരുന്നു. ഡാ, നീ എന്തിനാ എന്നെ അത്യാവശ്യമായി വിളിച്ചത്? രുദ്രൻ ചോദിച്ചുകൊണ്ട് ചെയറിലേക്കിരുന്നു. വിവാഹത്തിന് ഡ്രസ്സ് സെലക്ട് ചെയ്യുകയായിരുന്നു സിദ്ധു. എന്താ കാര്യം? നിന്റെ മുഖമെന്താ വല്ലാതെ ഇരിക്കുന്നത്? രുദ്ര, എനിക്ക് നിന്നോട് അത്യാവശ്യമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇന്ന് എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ ഓർമ്മകൾ കുറച്ചു നേരം പിന്നിലേക്ക് പോയി. ഹലോ, സിദ്ധാർത്ഥ് വർമ്മ? അതെ, നിങ്ങളാരാ? ആ ചോദ്യത്തിനിവിടെ പ്രസക്തിയില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ നിന്നെയും നിൻ്റെ കൂട്ടുകാരൻ ACPയെയും ഞാൻ അറിയും. ഇനി അങ്ങോട്ട് ഞാൻ ആരാണെന്ന് നിന്നെയൊക്കെ അറിയിക്കും. ഒരു ഫ്രെഡിയും ഡെറിക്കിനും അകത്തായാൽ തീരുന്നതല്ല എൻ്റെ സാമ്രാജ്യം. നീയൊക്കെ കാരണം 2 ഇടപാടുകളിലായി എനിക്ക് കോടികളുടെ നഷ്ടമാണ് നീയും നിൻ്റെ മറ്റവനും വരുത്തി വെച്ചത്. അതുകൊണ്ട് നിൻ്റെയൊക്കെ പുറത്ത് നിഴല് പോലെ ഞാനുണ്ട്. ഇനി എൻ്റെ കളി തുടങ്ങാൻ പോവുകയാണ്. ഒരുങ്ങിയിരുന്നോ മിസ്റ്റർ സിദ്ധാർത്ഥ് രുദ്രദേവ പ്രതാപവർമ്മ. ഇനി നീയൊന്നും മനസമാധാനം എന്തെന്നറിയില്ല. ഐ ആം കമ്മിങ്. ഫോൺ കട്ടായി. സിദ്ധു ആകെ തരിച്ചിരുന്നു. രുദ്രനെല്ലാം ശ്രദ്ധയോടെ കേട്ടു. രുദ്ര, നമ്മൾ സൂക്ഷിക്കണം. നമ്മളുടെ പിന്നിൽ ആരോ ഉണ്ട്. ഞാൻ ഈ നമ്പർ ട്രേസ് ചെയ്യാൻ നോക്കി, പക്ഷെ സാധിക്കുന്നില്ല. രുദ്രന് സിദ്ധുവിൻ്റെ ടെൻഷൻ മനസ്സിലാക്കി. നീ സമാധാനമായിരിക്കും സിദ്ധു, നമുക്ക് നോക്കാം. ഒരു ഫ്രെഡിയിലും ഡെറിക്കിലും ഒതുങ്ങുന്നതല്ല ഈ ലോബി എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതല്ലേ? അന്ന് ആ മാളിൽ വെച്ച് ഓടി ഒളിച്ച മൂന്നാമൻ, അവനിൽ നിന്നും നമുക്ക് തുടങ്ങണം. ഇന്ന് നിനക്ക് വന്നതുപോലെ ഒരു കോൾ വൈകാതെ എന്നെയും തേടി വരും. ഞാൻ അതിനായി കാത്തിരിക്കുകയാണ്. സിദ്ധു, നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്വവും റിസ്ക്കും നമുക്കറിയില്ലേ? ഇതിനു മുമ്പും നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. എന്തിനും നമ്മൾ ഒന്നിച്ചു നിൽക്കും. രുദ്രൻ കയ്യിലെ ഇടിവളയൊന്നും മുറുക്കി മീശ പിരിച്ചു വെച്ചു. അവൻ വരട്ടെ, ഞാനും വെയിറ്റ് ചെയ്യുകയാണ് അവൻ്റെ വരവിനായി. അതൊക്കെ പോട്ടെ, നീ ഗോപുവിനെ വിളിച്ചോ? രുദ്രൻ സിദ്ധുവിൻ്റെ മൂടൊന്ന് മാറ്റാനെന്നവണ്ണം ചോദിച്ചു. കുറച്ച് മുന്നേ വിളിച്ചിരുന്നു. അവൾ ആകെ സങ്കടത്തിലാണ്. എനിക്കെന്തോ പേടി തോന്നുന്നു അവൾ ബുദ്ധിമോശം വല്ലതും കാണിക്കുമോ എന്ന്. ഡാ സിദ്ധു, ഗോപിക വർമ്മ രുദ്രദേവ പ്രതാപവർമ്മയുടെ അനിയത്തിയാണ്. അത് നീ മറക്കണ്ട. നീ എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സൊക്കെ എടുത്തോ? ഇല്ല, നമുക്ക് 2 പേർക്കും കൂടി നാളെ പോയി എനിക്ക് വിവാഹത്തിനും റിസപ്ഷനും നിനക്ക് എൻ്റെ വിവാഹത്തിനും നിൻ്റെ എൻഗേജ്മെൻറ്റിനും ഇടാനുള്ള ഡ്രസ്സ് എടുക്കാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മഹിയും മാലുവും ഗോപുവും ദേവയും നേരെ സ്വർണം എടുക്കാൻ പോയി. ട്രഡീഷണൽ ഗോൾഡാണ് മാലു ദേവയ്ക്കായി സെലക്ട് ചെയ്തത്. പുല്ലിനകമാലയും നാഗപടത്താലിയും ലക്ഷ്മി മാലയും പീക്കോക്ക് ഡിസൈൻ ജിമിക്കിയും മഹാലക്ഷ്മി വള, കാശ് വള, കാപ്പ് വള ഇവയൊക്കെ ദേവയ്ക്ക് വേണ്ടി മാലു സെലക്ട് ചെയ്തു. ഗോപുവിന് വേണ്ടിയും നാഗപടത്താലിയും കാശുമാലയും ജിമിക്കിയും ദേവയുടെയും രുദ്രൻ്റെയും ഗോപുവിൻ്റെയും പേരിലുള്ള വെഡ്ഡിംഗ് റിങ്ങും വാങ്ങി. ഞാൻ വരാം, നിങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്താൽ മതി. മഹി അതും പറഞ്ഞ് ക്യാഷിലേക്ക് നീങ്ങി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ സന്ധ്യയോടടുത്തിരുന്നു. എല്ലാവരും ഫ്രഷായി വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. രുദ്രൻ വന്നപ്പോൾ മഹി രുദ്രനുമായി കാറ്ററിംഗ്, റിസപ്ഷൻ, ഗോപുവിൻ്റെ എൻഗേജ്മെൻ്റ് വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. എന്നാലും അച്ഛനെ സമ്മതിക്കണം. എന്നോട് പോലും ഒരു വാക്ക് പറയാതെ എന്തൊരു അഭിനയമായിരുന്നു ഭാര്യയും ഭർത്താവും. ഡാ, നീ ഗോപുവിനോട് പറഞ്ഞോ? ഇല്ല, പാവം, അവളുടെ സങ്കടം കാണുമ്പോൾ വിഷമം തോന്നുന്ന അച്ഛാ. ഒരുപാട് വിഷമിക്കേണ്ട. നീയും അവളും സിദ്ധുവും എന്നെയും മാലുവിനെയും കുറേ കളിപ്പിച്ചതല്ലേ? അതിനൊരു മധുര പ്രതികാരം എന്ന് പറയാൻ പറ്റുമോടാ? ഇത് അവളുടെ സന്തോഷം, അത് നമ്മൾ നടത്തി കൊടുക്കുകയല്ലേ.
അപ്പോൾ പിന്നെ അതിന് പ്രതികാരം എന്ന് പറയാൻ പറ്റില്ല. രുദ്ര, അച്ഛനിന്ന് ഒരുപാട് സന്തോഷം തോന്നുന്നുവാടാ. നമുക്കൊന്ന് കൂടിയാലോ? അമ്മ പ്രശ്നം ഉണ്ടാക്കുമോ? ഇല്ലടാ, എൻ്റെ മാലു പാവമാ. നീ ആ ഷെൽഫിൽ നിന്നും ഒരു ബോട്ടിൽ എടുത്തിട്ട് വാ. എന്താ മഹേട്ടാ ഇവിടെ ഒരു ചുറ്റിക്കളി? എടോ, എനിക്കെന്തോന്ന് കൂടണം. എൻ്റെ മോനുമായി താനതിന് സമ്മതിക്കണം. അത് വേണോ മഹേട്ടാ? ദേവമോൾ, അവൾക്കറിയില്ല അച്ഛൻ്റെയും മോൻ്റെയും ഈ കൂടൽ. അവൾ നമ്മുടെ മോളല്ലേ, താൻ പറഞ്ഞാൽ മതി. ശരി, ഓവറാക്കരുത്. രുദ്രൻ ഒരു കുപ്പി ബക്കാടിയുമായി വന്നു. അച്ഛനും മോനും കൂടി അപ്പോൾ ഇന്ന് ബാൽക്കണിയിൽ കിടക്കുമോ? ഇല്ലടി ഭാര്യയെ, എനിക്ക് നല്ല കപ്പാസിറ്റി അല്ലേ. രുദ്രനും മഹിയും ബാൽക്കണിയിലിരുന്ന്. മഹി സോപാനത്തിൽ ചാരിയിരുന്നു. മറുവശത്ത് രുദ്രനും. രണ്ടുപേരും ചിയേഴ്സ് പറഞ്ഞ് പരിപാടി തുടങ്ങി. 2 പെഗ് കഴിഞ്ഞതും മഹിക്ക് ഏകദേശം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു. മോനെ രുദ്ര, നീ ഒരു പാട്ട് പാടിക്കേ. ഇതാണ് അച്ഛൻ്റെ കുഴപ്പം. അച്ഛൻ ഓഫാകുമ്പോൾ ഞാൻ പാടണം. പാട് മോനെ അച്ഛന് വേണ്ടി. രുദ്രനൊന്ന് തെളിഞ്ഞിരുന്നു. പാടാൻ തുടങ്ങി. പാട്ട് കഴിഞ്ഞതും പിന്നിൽ നിന്നും കയ്യടി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് അമ്മയും ഗോപുവും ദേവയും. ദേവയുടെ കണ്ണ് രണ്ടും ഇപ്പോൾ താഴെ വീഴുമെന്ന സ്ഥിതിയിലാണ്. പെണ്ണ് ആദ്യമായിട്ടാണ് രുദ്രൻ്റെ പാട്ട് കേൾക്കുന്നത്. ഗോപു ഓടി വന്ന് രുദ്രനെ കെട്ടിപ്പിടിച്ചു. എത്ര നാളിന് ശേഷമാണ് ഏട്ടൻ പാടുന്നത്? മഹി എഴുന്നേറ്റ് രുദ്രൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് കെട്ടിപ്പിടിച്ചു. ഏതച്ഛനും അഭിമാനമാണ് ഇതുപോലൊരു മോൻ. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്. മാലു, മൈ ഡാർലിംഗ്. അമ്മേ, അച്ഛൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കോ, അച്ഛൻ ഓവറാ. രുദ്രൻ മാലുവിനെ നോക്കി പറഞ്ഞു. നീ തന്നെ കൊണ്ടുവന്നാക്കിയാൽ മതി റൂമിൽ, എനിക്ക് വേറെ പണിയുണ്ട്. അമ്മ മുഖം വെട്ടിച്ചു. രുദ്രൻ മഹിയെ താങ്ങി ദേവയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ച് റൂമിലേക്ക് പോയി. ദേവയും ഗോപുവും സോപാനത്തിലിരുന്നു. ഗോപു, ദേവേട്ട ഇത്രയും നന്നായി പാടുമോ? ഏട്ടൻ 10ാം ക്ലാസ് വരെ എല്ലാ മ്യൂസിക് കോമ്പറ്റീഷനിലും ഫസ്റ്റ് ആയിരുന്നു പെണ്ണേ. പിന്നെ പഠിത്തം തലയ്ക്ക് പിടിച്ച് എല്ലാം മാറ്റിവെച്ചു. ഇതുപോലെ അച്ഛനുമായി കൂടുമ്പോൾ അച്ഛൻ ഏട്ടൻ്റെ പാട്ട് കേൾക്കണം. ഏട്ടൻ്റെ ഫേവററ്റ് സോങ്ങാണിപ്പോൾ പാടിയത്. ഗോപു, ദേവേട്ടൻ കുടിക്കുമോ? പോ പെണ്ണേ, എൻ്റെ ഏട്ടൻ കുടിക്കുകയൊന്നുമില്ല. വല്ലപ്പോഴും അച്ഛന് കമ്പനി കൊടുക്കാൻ ഇതുപോലെ 1 or 2 പെഗ്. എൻ്റെ മുമ്പിൽ ഇതുപോലെ ചുണ്ടുകൂർപ്പിക്കല്ലേ പെണ്ണേ. ഏട്ടൻ്റെ മുന്നിലായിരുന്നെങ്കിൽ. ഗോപു പകുതിയിൽ നിർത്തി. ദേവ മുറിയിൽ കിടക്കാൻ ചെല്ലുമ്പോൾ ദേവനെ റൂമിൽ കണ്ടില്ല. ദേവ ബാൽക്കണിയിൽ ചെല്ലുമ്പോൾ രുദ്രൻ അവിടെ ഉണ്ട്. ദേവേട്ടാ. രുദ്രൻ ദേവയുടെ കൈ പിടിച്ച് അടുത്തിരുത്തി. ദേവേട്ട ഇത്രയും നന്നായി പാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത് രസമാണ് ദേവേട്ടൻ്റെ ശബ്ദം. ആണോ? അത്രയ്ക്ക് രസമാണോ? രുദ്രൻ മീശ ചെറുതായി കടിച്ചു പിടിച്ച് ദേവിയെ അടുത്തേക്ക് ചേർത്തിരുത്തി. ഷോ, ഇതെന്തൊരു സ്മെല്ലാ. ദേവേട്ടൻ കഴിക്കുമല്ലേ? അങ്ങനെ എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും അച്ഛൻ ആഗ്രഹം തോന്നുമ്പോൾ. അതുപോട്ടെ, എൻ്റെ പാട്ട് നന്നായതിന് സമ്മാനമില്ലേ? എന്ത് സമ്മാനം? രുദ്രയുടെ കണ്ണുകൾ ദേവിയുടെ ചുണ്ടുകളിലായിരുന്നു. ദേവ വേഗം കൈകൊണ്ട് വായ പൊത്തി. എനിക്ക് ഈ മണം ഇഷ്ടമല്ല. രുദ്രൻ ദേവയെ നോക്കി ചിരിച്ചു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ദേവ ചുണ്ട് കൂർപ്പിച്ച്. എന്നെ വിടും, ഞാൻ പോണു. അങ്ങനെ ഇപ്പോൾ പോണ്ട. രുദ്രൻ ദേവയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. തോളിലെ മറുകിൽ പല്ലുകൾ താഴ്ത്തി പതിയെ നാവ് കൊണ്ടൊഴിഞ്ഞു. ദേവയുടെ വിരലുകൾ രുദ്രൻ്റെ നെഞ്ചിലേക്ക് താണു. രുദ്രൻ മുഖമുയർത്തി ദേവയെ നോക്കി. പെണ്ണാകെ ചുമന്നു. ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ദേവേട്ടൻ്റെ പ്രിയക്കുട്ടി പോയി കിടന്നോ. ഒന്നാമത് ഞാൻ 2 കഴിച്ചിട്ടുണ്ട്. ദേവരുദ്രൻ്റെ അടുത്തേക്ക് നീങ്ങി കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. ഇതാണ് പാട്ടിനുള്ള എൻ്റെ സമ്മാനം. സിദ്ധു രാവിലെ തന്നെ രുദ്രനുമായ ടെക്സ്റ്റൈൽസിലെത്തി. ആദ്യം രുദ്രന് വേണ്ട വിവാഹ വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുത്തത്. കസവും മുണ്ടും ക്രീം കളർ സിൽക്ക് ഷർട്ടും. സിദ്ധുവിന് കല്യാണത്തിനിടാൻ ഗോപുവിൻ്റെ സാരിക്ക് മാച്ചായ ഗ്രീൻ ഷർട്ടും അതേ കരയുള്ള മുണ്ടും. ഗീതമ്മയും എത്തിയിട്ടുണ്ട്. ഗോപു ദേവയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. പിന്നെ നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണണം, ഒറ്റയ്ക്ക് നിൽക്കരുത്. ആ കൃഷ്ണയുടെ സ്വഭാവം അത്ര പെട്ടെന്നൊന്നും നന്നാവില്ല. ഗോപു ദേവയെ ഓർമ്മപ്പെടുത്തി. ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ വീട് ഭംഗിയായി അലങ്കരിച്ചു. എല്ലായിടവും വൈദ്യുത ദീപാലങ്കാരങ്ങൾ നടത്തി. വീടിന് മുറ്റത്ത് തന്നെ റോസ് കൊണ്ടുള്ള വലിയൊരു ആർച്ചുണ്ടാക്കി. മഹിയുടെയും മാലുവിൻ്റെയും അത്യാവശ്യം സ്വന്തക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആർക്കും ദേവയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എങ്കിലും അവിടെ നിന്ന് ചില മുറുമുറുപ്പുകൾ ഉയർന്നു. കൂട്ടത്തിൽ അയൽവാസികളും. എന്തായാലും പെണ്ണിൻ്റെ ഭാഗ്യമാണ്. നല്ല പുളുങ്കൊമ്പിലല്ലേ പിടിച്ചിരിക്കുന്നത്. അയൽവക്കത്തെ ശാന്തയുടെ വർത്തമാനം ഗോപുവും ദേവയും കേട്ടു. ദേവയുടെ കണ്ണുകൾ എന്തോ പെട്ടെന്ന് നിറഞ്ഞു. പക്ഷേ ഉടനെ തന്നെ അവർക്കുള്ള മറുപടി ഗോപു കൊടുത്തു.
ആൻറ്റിയുടെ മോൾ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഇപ്പോൾ എത്ര മാസമായി? അയാളുടെ കൂടെയെങ്കിലും 6 മാസം തികയ്ക്കുമോ? നാട്ടിലെല്ലാവരും ആ ചേച്ചിയെ ഒളിച്ചോട്ടമെന്നാണോ ഇപ്പോഴും വിളിക്കുന്നത്? നിങ്ങൾ ആദ്യം സ്വന്തം കാര്യം നോക്ക്, അതിനുശേഷം മറ്റുള്ളവരുടെ പരദൂഷണം പറയാം. എല്ലായിടത്തും കാണും ഇതുപോലുള്ള ഓരോന്നും. നീ വാടി. ഗോപു ദേവയെയും കൂട്ടി മുറിയിലേക്ക് പോയി. വൈകുന്നേരം ബ്യൂട്ടീഷ്യൻ വന്ന് ഗോപുവിനെയും ദേവയെയും നന്നായി മെഹന്തിയിട്ടു. രുദ്രൻ ഓരോ തിരക്കിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ദേവയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 7 മണിയോടുകൂടി സിദ്ധുവും കുടുംബവും എത്തി. വാസന്തി വന്ന പാടെ ദേവയുടെ അടുത്തേക്ക് വന്നു. മോൾക്ക് എന്നെ അറിയില്ല, ഞാൻ സിദ്ധുവിൻ്റെ അമ്മയാണ്. ദേവയുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ഗോപുവിൻ്റെ കവളിലും വാസന്തി സ്നേഹത്തോടു കൂടി തലോടി. കയ്യിലിരുന്ന ബോക്സിൽ നിന്നും ഒരു ഡയമണ്ട് നെക്ലസ് വാസന്തി ദേവിയെ അണിയിച്ചു. ഇത്രയും വലിയ സമ്മാനം എനിക്കെന്തിനാ അമ്മ? എൻ്റെ രുദ്രൻ്റെ പെണ്ണിന് ഞങ്ങളുടെ സമ്മാനം. രുദ്രൻ്റെ പെണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും മോളാണ്. വാസന്തി ദേവയുടെ നെറുകിൽ തലോടി. ദേവയുടെ കണ്ണ് നിറഞ്ഞു. അയ്യേ, കരയാണോ? ഇത്രയേ ഉള്ളൂ? സിദ്ധുവും ശേഖരനും ദേവയുടെ അടുത്തേക്ക് വന്നു. ഗോപുവും ദേവയും വേഗം എഴുന്നേറ്റു. ശേഖരൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ശേഖരൻ ദേവയുടെ നെറുകയിൽ തലോടി. സിദ്ധു ഇടങ്ങണ്ടിട്ട് ഗോപുവിനെ നോക്കി മുഖം വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് പെണ്ണ്. വാസന്തി കയ്യിലെ ബോക്സിൽ നിന്നും ഒരു വളയെടുത്ത് ഗോപുവിനെ അണിയിച്ചു. ദേവയ്ക്ക് മാത്രം സമ്മാനം കൊടുത്തു എന്നുള്ള പരാതി എൻ്റെ ഗോപുവിന് തോന്നണ്ട. ഞങ്ങൾ അങ്ങോട്ടും ചെല്ലട്ടെ. വാസന്തി ശേഖരനും മഹിയും മാലുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. അങ്ങനെ വളയിടൽ ചടങ്ങ് കഴിഞ്ഞല്ലോടാ. ശേഖരൻ്റെ ചോദ്യത്തിന് നിറഞ്ഞ പുഞ്ചിരി വാസന്തി സമ്മാനിച്ചു. ദേവ മുറിയിലേക്ക് പോയി. ആ നേരത്തിന് ഗോപുവിനെയും വലിച്ച് സിദ്ധു ബാൽക്കണിയിലേക്ക് നീങ്ങി. കൈവിട് സിദ്ധുവേട്ടാ, കൈവിടാൻ. എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാലോ? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. സിദ്ധു അടുത്തേക്ക് വരുന്തോറും ഗോപു 2 അടി പിന്നിലേക്ക് വെച്ചു. നിങ്ങൾക്കെല്ലാം തമാശയാണ്. ഞാൻ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്കാർക്കും അറിയില്ല. ഗോപുവിൻ്റെ ഒച്ചയിടറി. അവളുടെ വാക്കിൽ നിന്നും സിദ്ധുവിന് മനസ്സിലായി അവൾ അനുഭവിക്കുന്ന സംഘർഷം എത്രയാണെന്ന്. നിന്നെ ഞാൻ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ? ഞാൻ നിന്നെ മനസ്സുകൊണ്ട് താലികെട്ടി എൻ്റെ പാതിയാക്കിയതാ. ഈ അവസാന നിമിഷം ഇനി എന്ത് ചെയ്യാനാ? രുദ്രൻ്റെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ നാളെ അല്ലല്ലോ, 2 ദിവസമില്ലേ? അതിനിടയ്ക്ക് എല്ലാം റെഡിയാക്കാം. നീ ഇങ്ങനെ വിഷമിക്കാതെ. സിദ്ധു ഗോപുവിനെ തൻ്റെ കരവലയത്തിലാക്കി. അവളുടെ അതരങ്ങൾ സ്വന്തമാക്കി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ ഗോപുവും ആ ചുംബനത്തിൽ പങ്കുചേർന്നു. ഗോപുവിനെ അന്വേഷിച്ചു വന്ന ദേവ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒച്ചയെടുക്കാനോ തിരിഞ്ഞു നടക്കാനോ പറ്റാത്ത അവസ്ഥ. ഡാ! ഒരലർച്ച കേട്ട് സിദ്ധുവും ഗോപുവും ഞെട്ടിമാറി. ദേവയുടെ പിന്നിൽ രുദ്രൻ. നീ എൻ്റെ പെങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമോ? ദേവ എപ്പോൾ വന്നു? സിദ്ധു ദേവയെ നോക്കി ചോദിച്ചു. ചോദ്യം കേട്ട് ദേവ വായും തുറന്നു നിന്നു. ഞാൻ വന്നപ്പോഴും ഇവളുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു. രുദ്രനാണ് മറുപടി പറഞ്ഞത്. രുദ്രൻ ദേവയുടെ വാ ചേർത്ത് അടച്ചു വെച്ചു. വായ അടച്ചു പിടിക്കണീ വെണ്ണേ, അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. രുദ്രൻ ഗോപുവിനെ നോക്കിയാണ് അത് പറഞ്ഞത്. ദേവയും ഗോപുവും വേഗം താഴേക്ക് പോയി. എന്തുവാടാ ഇത്? ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഉടനെ ഉമ്മ വയ്ക്കണം. നീ അവളോട് പറഞ്ഞോ? ഇല്ല, നാളെ പറയണം. കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച്. മഹിയും മാലുവും ഒരാമാടപ്പെട്ടിയുമായി ദേവയുടെ അരികിലേക്ക് വന്നു. മോളെ ദേവ. എന്താ അച്ഛാ? മാലുവിൻ്റെ കയ്യിലിരുന്ന ആമാടപ്പെട്ടി മഹി വാങ്ങി തുറന്നു. ഇതെൻ്റെ അമ്മയുടെ ആഭരണമാണ്, പാരമ്പര്യമായി കൈമാറി വരുന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാലുവിന് നൽകി. ഇപ്പോൾ അതിൻ്റെ അവകാശി എൻ്റെ മോളാണ്. നാളെ വിവാഹത്തിന് മോൾ ഇത് വേണം അണിയാൻ. ഭദ്രമായി റൂമിൽ വെച്ചേക്കണം. മാലു ആമാടപ്പെട്ടി ദേവയെ ഏൽപ്പിച്ചു. ദേവയും ഗോപു അത് ഭദ്രമായി അലമാരയിൽ വെച്ച് പൂട്ടി. ദേവമോളെ. ഗീത ദേവയുടെ അടുത്തേക്ക് വന്നു. ഇത് അമ്മായിയുടെ വക വിവാഹ സമ്മാനമാണ്. ഗീത 2 വളകളെടുത്ത് ദേവയെ അണിയിച്ചു. കവളിൽ അമർത്തി ഉമ്മ വെച്ചു. എന്നാൽ ഇതൊക്കെ കണ്ട് പകയുമായി 2 കണ്ണുകൾ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. മറ്റാരും അത് ശ്രദ്ധിച്ചില്ല. ഞാൻ അനുഭവിക്കാനുള്ള എൻ്റെ രുദ്രേട്ടൻ്റെ സ്വത്ത് സമ്പാദ്യവും എല്ലാം എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ കൈവശപ്പെടുത്തി സ്വന്തം തള്ളയും അവരുടെ സൈഡ്. കൃഷ്ണഭ്രാന്തിയെപ്പോലെ തലമുടി കൊരുത്ത് വലിച്ചു. എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട. അത് ഞാൻ എന്ത് ചെയ്യും? ഏതറ്റ വരെയും പോകും. രാവിലെ ദേവ നേരത്തെ എണീറ്റ് ഫ്രഷായി ഗോപുവിനെ വിളിച്ചുണർത്തി ഫ്രഷാകാൻ വിട്ടു. കൃത്യസമയത്ത് ബ്യൂട്ടീഷ്യൻ എത്തി. പിന്നെ 2 മണിക്കൂർ യുദ്ധമായിരുന്നു. സമയമായി എന്ന് ബഹളം കേട്ട് ബ്യൂട്ടീഷ്യൻ പിന്മാറി. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ദേവയെ എല്ലാവരും കണ്ണും പിടിച്ചു നോക്കി നിന്നു.
വയലറ്റിൽ ഗോൾഡൻ ബോർഡറോട് കൂടിയ സാരിയിൽ അവളൊരു ദേവതയെപ്പോലെ സർവാഭരണ വിഭൂഷിതയായി. മുഖത്ത് അത്യാവശ്യത്തിന് മാത്രം മേക്കപ്പെട്ട് പിന്നീട്ട മുടിയിൽ ഭംഗിയായി മുല്ലപ്പൂവ് സെറ്റ് ചെയ്തിരിക്കുന്നു. രുദ്രൻ ദേവയെ തന്നെ നോക്കി നിന്നപ്പോൾ പിന്നിലായി പച്ചയിൽ റെഡ് കോമ്പിനേഷൻ സാരിയിൽ തിളങ്ങി നിൽക്കുന്ന ഗോപുവിലായിരുന്നു സിദ്ധുവിൻ്റെ കണ്ണുകൾ. എന്നാൽ തൻ്റെ ഇതേ കളർ മാച്ചിങ് ഡ്രസ്സിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ ഗോപുവിൻ്റെ മുഖം തിളങ്ങി. ദേവ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ നിറഞ്ഞ കണ്ണുമായി നിന്നു. ഇന്നെൻ്റെ വിവാഹമാണ് അച്ഛേ. അമ്മേ. എത്ര തടഞ്ഞിട്ടും നിർത്തിയിട്ടും അവളുടെ കണ്ണുകൾ പെയ്തു. മഹിയും മാലുവും അവളെ ഇരുവശങ്ങളിൽ നിന്നും ചേർത്ത് പിടിച്ചു. ദേവ മഹിക്കും മാലുവിനും ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി. ഗീതയ്ക്കും ദേവ ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി. ദേവ ശേഖരൻ്റെയും വാസന്തിയുടെ അടുത്തേക്ക് നീങ്ങി. എന്നെ അനുഗ്രഹിക്കണം അച്ഛനും അമ്മയും. ശേഖരൻ നിറഞ്ഞ മനസ്സാലെ ദേവയെ അനുഗ്രഹിച്ചു. വാസന്തി ദേവയെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അവളുടെ കവിളി ചുണ്ട് ചേർത്തു. ദേവ സിദ്ധുവിൻ്റെ അടുത്തേക്ക് നീങ്ങി കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. സിദ്ധു അത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. സിദ്ധു ദേവയെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഏട്ടൻ്റെ അനുഗ്രഹം മോൾക്ക് എന്നും ഉണ്ടാകും. നിറഞ്ഞ മനസ്സോടെ സിദ്ധു അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരും അത് കണ്ട് സന്തോഷിച്ചു. എല്ലാവരും അമ്പലത്തിലേക്ക് തിരിച്ചു. ദേവയും ഗോപുവും രുദ്രനും സിദ്ധുവും ഒരേ കാറിൽ. ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധുവും കോ ഡ്രൈവിംഗ് സീറ്റിൽ രുദ്രനും. മഹിയും മാലുവും കൃഷ്ണയും ഗീതയും ഒരു കാറിൽ. ശേഖരനും വാസന്തിയും 2 ബന്ധുക്കളും കൂടി ശേഖരൻ്റെ കാറിൽ. ബാക്കിയുള്ള ബന്ധുക്കൾ കാറിലും ബൈക്കിലും ട്രാവലറിലുമായി അമ്പലത്തിലേക്ക് തിരിച്ചു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ.